തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സാമുദായിക ഏകീകരണം തന്നെയാണ് ചർച്ചാ വിഷയം. ഇന്ന് NSSന്റെയും SNDPയുടെയും ജനറൽ സെക്രട്ടറിമാർ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. നായാടി മുതൽ നസ്രാണി പ്രയോഗം ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഇന്നും രംഗത്തെത്തി. മുൻപുണ്ടായ അസ്വാരസ്യങ്ങളിൽ ചത്ത കൊച്ചിന്റെ ജാതകം നോക്കേണ്ട എന്നാണ് പ്രതികരണമുണ്ടായത്. ഇനി കൊമ്പ് കോർക്കില്ല എന്നും ഞങ്ങൾ ഇനി ചെങ്ങാതിമാരാണെന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അത് നമ്മൾ ഇന്ന് കേട്ടു. ഏതാണ്ട് ഇതേ വഴിക്ക് തന്നെയാണ് NSSും കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഐക്യമെന്നും ഇതാണ് സമദൂര നിലപാടെന്നും സുകുമാരൻ നായരും ഇന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഖ്യം ഐക്യപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. നേതാക്കളുടെ പ്രതികരണം നമ്മൾ കേട്ടു. പക്ഷേ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. അതൊക്കെ ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണോ ഇത് എന്നുള്ളതും ചോദ്യമാണ്. റഹീം ചില ആളുകളോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം കേൾക്കാം. ക്ഷമിക്കണം, ജോയ്മോനാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ പ്രതികരണം കേൾക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SNDP NSS ഐക്യം അവർക്ക് ഗുണം ചെയ്യുമോ? ജനങ്ങളോട് അവരുടെ പ്രതികരണങ്ങൾ ചോദിച്ചറിയാം. NSS SNDP കൂടിയാലും ഈ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവരതനുസരിച്ച് വോട്ട് ചെയ്യുള്ളൂ. ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് SNDP ആയാലും നായർ സമാജമായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം എല്ലാ ജനങ്ങളും ഇത് അറിയാം. എങ്ങനെ അവരെ ഐക്യപ്പെട്ടാല അവര് പിന്നെയും തമ്മിലടിക്കൂലേ? ഉണ്ടാവില്ല. വെള്ളാപ്പള്ളിനെ വിശ്വസിക്കാൻ പറ്റില്ല, സുകുമാരൻ നായരനെ വിശ്വസിക്കാൻ പറ്റില്ല. കാര്യത്തോടെ അടുത്ത് വരുമ്പോൾ അവർ തമ്മിലടിച്ചോളൂ. പണ്ട് കാലത്തായിരുന്നു ഇങ്ങനെ നമ്മുടെ സമുദായ നേതാക്കന്മാരും പള്ളി ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഹിന്ദുക്കളായാലും അവർ പറഞ്ഞാൽ കേൾക്കണം. ഇപ്പം ജനങ്ങളെ ഒരു അവരൊരു ഇതുണ്ട് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന്. അതിന് ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസപരമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി എല്ലാവരും എല്ലാ കാര്യങ്ങളും കാണണമല്ലേ. അപ്പോൾ ഒരു കാരണവശാലും ആരൊക്കെ സംഘടിച്ചാലും അങ്ങനെ ഒരു ഭാഗം ഉണ്ടാകാൻ പോകുന്നില്ല. പണ്ടൊക്കെ ജനങ്ങൾക്ക് വിവരമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഏത് കൊച്ചു കുഞ്ഞിനും സ്വന്തം അഭിപ്രായമുണ്ട്. അല്ലാണ്ട് ഒരാളുടെ പുറകെ കൂടിയും ഇന്ന് ആരും പോകില്ല കേട്ടോ. എല്ലാവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള ഇത്. അല്ലാണ്ട് വെള്ളാപ്പള്ളിയൊക്കെ NSS അവരൊക്കെ ഓരോ സമയത്തും എന്തോരം പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളിപ്പോൾ ബോധവാന്മാരാണ് കേട്ടോ. ജനങ്ങൾ നിഷ്പക്ഷരായി വോട്ട് രേഖപ്പെടുത്തൂ എന്നാണ് പൊതുവായ അഭിപ്രായം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആർക്ക് വോട്ട് രേഖപ്പെടുത്തുമെന്ന് അവരുടെ അഭിപ്രായമാണ്. അതിൽ സാമുദായിക നേതാക്കൾക്ക് ചെലുത്താവുന്ന സ്വാധീനം വളരെ കുറവെന്നാണ് പൊതുവായ ജനവികാരം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ടിബിനൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.